നാളെ അമാവാസിയാണ്. പ്രത്യേകിച്ച് ഈ അമാവാസിക്ക് പ്രേതശക്തികൾക്ക് ശക്തി ഉണ്ടാകുന്നതായ ഒരു സമയമാണ് കറുത്ത വാവിന് അമാവാസിക്ക്. അപ്പോൾ ഈ ദിവസം തന്നെ നമ്മൾ മധ്യമകർമ്മങ്ങൾ ചെയ്യുന്നതായ മൂർത്തികൾക്ക്, ചാത്തൻ, കരിക്കുട്ടി, പറക്കുട്ടി, പുളികൻ, മറ്റു മൂർത്തികളോ മലബാരമൂർത്തികളോ ആരായാലും ശരി, അവർക്ക് നല്ല ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ഉത്തമത്തിലോ അതിലുപരി മധ്യമത്തിലോ കർമ്മം ചെയ്ത് കോഴിവെട്ടി പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ, ശക്തേയ കർമ്മം എന്ന് പറയും, ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി ആ വ്യക്തി ചെയ്യുന്നതായ കർമ്മത്തിന്, ആ കർമ്മിയാണെങ്കിൽ പ്രത്യേകാൽ അവരുടെ അനുഗ്രഹത്തോടുകൂടി നല്ല ശക്തി ചൈതന്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കർമ്മികളോ മറ്റോ ഉണ്ട് വെച്ചെങ്കിൽ നാളെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതിന് കോഴീനെ വാങ്ങിക്കാൻ സാഹചര്യം ഒത്തില്ലെങ്കിൽ, സാമ്പത്തികമില്ലാഞ്ഞിട്ടോ കോഴീനെ കിട്ടാഞ്ഞിട്ടോ ഏതിലായാലും ശരി, ഗുരുതി, കള്ള്, തവിട്, ഗ്രാൻഡി ഇത്യാദികളൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്യുക. ആ കർമ്മം ചെയ്തിട്ട് നല്ല കട്ടിയുള്ള ഗുരുതി ഉണ്ടാക്കുക. ആ കർമ്മത്തിൻ്റെ അവസാനത്തിൽ ആ ഗുരുതി കളത്തിലേക്ക് കമഴ്ത്തുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഭഗവാനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വയ്ക്കുക. അതേപോലെ തന്നെ ഈ കോഴീനെ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, സ്വല്പം ആട്ടിൻ്റെ അല്ലെങ്കിൽ കോഴിയുടെ എന്തെങ്കിലും മേടിച്ച് അതിനെ പാകം ചെയ്തിട്ട് വയ്ക്കുക. മറ്റ് പുട്ട്, കടല, പപ്പടം അല്ലെങ്കിൽ വേറെ വെള്ളയപ്പം, എന്താണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഇരിക്കാം. അതുകൊണ്ട് അന്നത്തെ ദിവസം പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദേവനെ വളരെ തൃപ്തിയാവും. ആർക്കും തൃപ്തിയാവുമ്പോൾ, സന്തോഷമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നമ്മളിലേക്ക് വരും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പല കാര്യങ്ങളും നടക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കുക. അതും